ഇല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഇടപെടൽ കാരണമോ ഇല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കാരണമോ നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലും ആക്ഷൻ എടുക്കണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം വന്ന് നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്കായിരിക്കാം അല്ലെങ്കിൽ ലവേഴ്സിനും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം നിങ്ങൾ തമ്മിൽ നേരത്തെ നല്ല സ്നേഹത്തിലും വളരെ ഇഷ്ടത്തിലും ആയിരുന്നിരിക്കാം. എന്നാൽ ഒരു സിറ്റുവേഷൻസ് കാരണമോ ഇല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഇടപെടൽ കാരണമോ ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാരണമോ അതും അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിന്റെ റൂൾസ്. മേ ബി ചിലപ്പോൾ ലവേഴ്സ് ആയിരുന്നവർ ഒരു മാരേജിലേക്ക് പോകുമ്പോഴായിരിക്കും ഈ കണക്ഷൻ കട്ടാകുന്നത്. കാരണം ഫാമിലിയിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം കാരണമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെപ്പറേഷനിലും ബ്രേക്കപ്പിലും ഒക്കെ ആയിരിക്കുന്നവർക്ക് അവർക്കൊരു മെൻ്റൽ മെസ്സേജ് കൊടുത്ത് അവരെ കൊണ്ടൊരു ആക്ഷൻ എടുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ മെത്തേഡ്. നിങ്ങൾ അവരെ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലും നിങ്ങളോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം. അതായത് സിറ്റുവേഷൻസ് കൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഇഷ്ടം ഇരിക്കണം. ഇപ്പോൾ സിറ്റുവേഷൻസ് ആണ് ഇതിൻ്റെ ഇടയിലെ വില്ലൻ. അങ്ങനെയുള്ളവരാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവർക്കും ഇഷ്ടമാണ്. ബട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് അറിയില്ല. അത് റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ പോലും ഇതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് ചെയ്യേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് വെളുപ്പാൻ രാവിലെ 3 തൊട്ട് 4:30 ചെയ്യണം. ആ സമയത്ത് ആകർഷണ ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും പെട്ടെന്ന് ഈ യൂണിവേഴ്സിലേക്ക് പോയി ചേരുകയും ചെയ്യും, ആ വ്യക്തിയിലേക്കും പോയി ചേരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉണർന്നിരിക്കൂ. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പും സെപ്പറേഷനിൽ ഇരിക്കുമ്പോൾ ധാരാളം നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും. സോ അതിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പോയി ഈ മെത്തേഡ് ചെയ്യുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ആ നെഗറ്റീവ് തോട്ട്സ് എല്ലാം വന്ന് നിങ്ങളെ പുഷ് ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. സോ ആ സമയത്ത് നെഗറ്റീവ് തോട്ട്സും വരില്ല, ഡൗട്ട്സും വരില്ല, പെട്ടെന്ന് ക്യാച്ച് ആവും, വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇതിനായിട്ട് നിങ്ങൾ ഒരു അലാം സെറ്റ് ചെയ്ത് ആ സമയത്ത് എണീക്കുക. എന്നിട്ട് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, ശാന്തമായ സ്ഥലത്ത് ഇരിക്കുക. മാക്സിമം ആ സമയത്ത് ഡിസ്റ്റർബൻസ് ഒന്നും ഇരിക്കാൻ സാധ്യതയില്ല. കാരണം എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. സോ നിങ്ങൾക്ക് ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബെഡിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുക. ചെയറിലിരുന്നു കൊണ്ടും ചെയ്യാം, ചമ്രം പിടിഞ്ഞിരുന്ന് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കാരണം ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ വളരെ ശാന്തമായി ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ തൊണ്ടയുടെ ഭാഗത്തായി നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാം. ഈ ഇടത് മൂക്കിൽ കൂടെ ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് വലത് മൂക്കിലേക്ക് വിടുക, എന്നിട്ട് വലത് മൂക്കിലൂടെ എടുക്കുക, ഇടത് മൂക്കിലേക്ക് വിടുക. വീണ്ടും ആ പ്രോസസ് തുടരുക. ഇങ്ങനെ ചെയ്താൽ ഫാസ്റ്റായിട്ട് നമ്മൾ ആൽഫ സ്റ്റേജിൽ പോകും. ആൾറെഡി നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രം തന്നെ അപ്പോൾ ഉണർന്നിരിക്കും. എന്നാൽ നിങ്ങൾ പോയി ഫേസ് വാഷോ അല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വരുമ്പോൾ മേ ബി ആവശ്യമില്ലാത്ത ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടെ വന്ന് നിങ്ങൾ ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ശാന്തമായെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ കണ്ണുകൾ അടച്ച് ആ പേഴ്സണെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾ നേരത്തെ അത്രയും സ്നേഹത്തോടെ സംസാരിച്ച ആ സിറ്റുവേഷനെ മാത്രം ഓർക്കുക. ഒരിക്കലും ആ വഴക്കിട്ട സിറ്റുവേഷനെ നിങ്ങൾ ഓർക്കാനേ പാടില്ല. സോ ആ വ്യക്തിയുടെ ഫേസ് വളരെ വ്യക്തമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരിക. ചിലർക്ക് ഫേസ് വരണമെന്നില്ല, വന്നില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ആ ഫീലിങ്സ് ഇരുന്നാൽ മതി. അപ്പോൾ കണ്ണുകൾ അടച്ച് തന്നെ നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തി ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ആ വ്യക്തിയോട് നിങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത്രയും ഇമോഷൻസ് കൊടുത്ത്, നിങ്ങൾ നേരത്തെ ലവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ എത്ര സ്നേഹത്തോടെ സംസാരിക്കുമോ അതേ ഫീലിങ്സോടെ ഉള്ളു തുറന്ന് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുക. നിങ്ങൾക്ക് മനസ്സിൽ വെച്ചും പറയാം, ഇല്ലെങ്കിൽ വാ തുറന്നും പറയാം. അത് നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചിരിക്കും. നിങ്ങൾ ആ വാ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഉള്ളിൽ വെച്ച് തന്നെ പറയുക. ഒന്നും പ്രശ്നമില്ല. എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു വ്യക്തിയോട് വിഷ്വലൈസ് ചെയ്ത് സംസാരിക്കുകയാണെന്ന് സങ്കല്പിച്ചോളൂ. അപ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കുന്നു നിങ്ങൾക്ക് പറയാം. എനിക്ക് നിങ്ങളെ എത്ര ഇഷ്ടമാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരുന്നതാണ്. ഈ ലോകത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. മനസ്സിലാക്കൂ പ്ലീസ്. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. ഇനി നമ്മൾ വളരെ ഹാപ്പിയായി സന്തോഷമായി ഇനി ജീവിക്കും നമ്മൾ.
ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല മാതൃകാ ദമ്പതികളായിട്ട് നമ്മൾ ജീവിക്കും, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കും. നീ എന്നെ വിവാഹം കഴിക്കാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം, ഞാനും അത്രയ്ക്ക് ആഗ്രഹിക്കുന്നു. നീ എൻ്റെ അടുത്ത് വരണം, നീ എന്നോട് സംസാരിക്കണം, നീ എന്നോട് ടൈം സ്പെൻഡ് ചെയ്യണം, നീ നിന്റെ വീട്ടുകാരോട് സംസാരിക്കണം. നിനക്ക് പറ്റും, നീ വളരെ സ്ട്രോങ് ആണ്, നിനക്ക് അതിനുള്ള ധൈര്യമുണ്ട്. നീ എനിക്ക് വേണ്ടി അവരോട് വാദിക്കണം, നീ വാദിച്ച് അവരെ കൺവിൻസ് ചെയ്യണം, നിനക്കത് പറ്റും. നിന്നോട് എത്ര ഇഷ്ടമാണെന്ന് നീ ഒന്ന് റിയലൈസ് ചെയ്യൂ. നീ എൻ്റെ അടുത്ത് വാ, നീ എന്നോട് സംസാരിക്കൂ, പ്ലീസ്. നീ വീട്ടിൽ സംസാരിക്കൂ, അവർ തീർച്ചയായിട്ടും സമ്മതിക്കും. ഇത് ഞാൻ എക്സാമ്പിളിന് പറഞ്ഞതാണ്. നിങ്ങൾ വളരെ മനസ്സ് തുറന്ന് ഇമോഷൻസ് കൊടുത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റും. കാരണം ആൾറെഡി നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്നുണ്ടാവും. അവർ ഒരിക്കൽ വിളിച്ചെങ്കിലെന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പറയാൻ അത്രയും കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾ ഇപ്പോൾ ആ മൈൻഡിനോട് പറയുക. നിങ്ങളെ അത്രയും സ്നേഹിക്കുന്ന, നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന സിറ്റുവേഷൻസ് കൊണ്ട് മാത്രം പിരിഞ്ഞു പോയ ആ മനസ്സിനോട് സംസാരിക്കുക. ഇത് എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് വെച്ചാൽ, ചിലർക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേ റിസൾട്ട് കിട്ടും, ചിലർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടും, ചിലർക്ക് 1-2 ദിവസം എടുക്കാം. എന്നാൽ ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് 9 ദിവസം ചെയ്യുക. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഈ 9 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നമ്പറാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 369 മെത്തേഡ്. അത് യൂണിവേഴ്സൽ നമ്പറാണ്. അതിൽ നിന്ന് പിരിച്ചെടുത്തതാണ് ഈ 9 എന്ന് പറയുന്നത്. അതിനൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ 9 ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഒക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ വരാം. ഒന്നും പ്രശ്നമില്ല, കരഞ്ഞോളൂ, കുഴപ്പമില്ല. അത്രയും ഇമോഷൻസ് കൊടുത്ത് സംസാരിക്കുമ്പോൾ കരച്ചിൽ വരാം, നോ പ്രോബ്ലം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഡയലോഗ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതിന് പ്രത്യേകിച്ച് ഡയലോഗ്സ് ഒന്നുമില്ല. ഇന്ന ഡയലോഗിൽ നാടകീയമായി പറയണം, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഡെയിലി എങ്ങനെ ഇതിനു മുമ്പേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുവോ അതുപോലെ സംസാരിക്കും. ഫസ്റ്റ് ഡേ സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കാം. മേ ബി സെക്കൻഡ് ഡേ ആകുമ്പോൾ ചിലപ്പോൾ അതേ ഇമോഷൻസ് വരണമെന്നില്ല. സെക്കൻഡ് ഡേ ആകുമ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ട് നിങ്ങൾ സംസാരിക്കാം. തേർഡ് ഡേ ആകുമ്പോൾ കുറച്ച് സ്നേഹത്തോടെ സംസാരിക്കാം. അടുത്ത ഡേ ചിലപ്പോൾ കുറച്ച് നാണത്തോടെ സംസാരിക്കാം. അതിൻ്റെ അടുത്ത ദിവസം ആകുമ്പോൾ ചിലപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. സോ ഇന്ന് ഇമോഷൻസ് വന്നു, നാളെ ഇമോഷൻസ് വന്നില്ല, ഡിഫറൻ്റ് ആയി, അതുകൊണ്ട് എനിക്ക് നടക്കാതിരിക്കുക, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ വളരെ ഇമോഷൻസ് കൊടുത്ത് സത്യസന്ധമായി ആത്മാർത്ഥമായി ഉള്ളു തുറന്ന് സംസാരിക്കുക. ഒരിക്കലും ഈ വഴക്കിട്ട കാര്യം നിങ്ങൾ ഓർക്കുക കൂടി ചെയ്യരുത്. നിങ്ങൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യുക. ആ ഇമോഷൻസ് ആണ് പ്രധാനം. നമ്മൾ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ എക്സാക്റ്റ് ആയിട്ട് ഈ വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് പോയി ചേരും, അതുപോലെ ആ വ്യക്തിയിലേക്കും പോയി ചേരും. സോ യൂണിവേഴ്സ് അതിനു വേണ്ടി അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കും, ആക്ഷൻ എടുപ്പിക്കും. അവർക്ക് നിങ്ങളുടെ സ്വപ്നം കൂടി വരാം. കാരണം ബ്രഹ്മ മുഹൂർത്തത്തിൽ അത് വളരെ ഫാസ്റ്റായിട്ട് അവരിലേക്ക് പോകും. സോ അവർക്ക് സ്വപ്നത്തിലൊക്കെ നിങ്ങളുടെ ഫീലിങ്സ് വരാം, നിങ്ങളുടെ തോട്ട്സ് വരാം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അവരൊരു ആക്ഷൻ എടുക്കും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ വരുന്നതെല്ലാം നമുക്ക് കിട്ടുന്ന ഗൈഡൻസും മെസ്സേജും ആയിരിക്കും. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഇനി നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും, നമ്മൾ ചെയ്യേണ്ട, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ പല ഗൈഡൻസും ഈ 3 മണി തൊട്ട് 4:30 കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും സക്സസ് വരും. എനിക്ക് ഇങ്ങനെ ധാരാളം ഗൈഡൻസ്, നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഒരു ഗൈഡൻസ് ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഈ 3 മണിക്ക് ശേഷം ഞാൻ അപ്പോഴെല്ലാം എണീറ്റ് ടൈം നോക്കും. കറക്റ്റായിട്ട് ആ 3 മണിക്ക് ശേഷം 4:30 ഞാൻ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യും, ഫോളോ ചെയ്യും. എനിക്കത് സക്സസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ അതൊരു വാണിംഗ് കൂടെ ആയിരിക്കാം. നമുക്ക് നടക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു വാണിംഗ് കൂടെ ഈ സമയങ്ങളിൽ നമുക്ക് കിട്ടാറുണ്ട്. സോ അപ്പോൾ നിങ്ങൾ ഈ 3 മണിക്ക് ശേഷം വരുന്ന ഈ ഗൈഡൻസ് എല്ലാം നിങ്ങൾ ടൈം ഒന്ന് നോക്കേണ്ടതാണ്. നിങ്ങൾ അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും സക്സസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഇത്രയും ഇമോഷൻസ് കൊടുത്ത് ഉള്ളു തുറന്ന് പറയുമ്പോൾ ആ ഫീലിങ്സ് ആ പേഴ്സണിൽ പോവുകയും അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം വരികയും, ആ ധൈര്യം വരുമ്പോൾ അവരത് റിയലൈസ് ചെയ്യുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അവർ നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.